നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരം, വാമപ്പ് മത്സരം കൊളംബോയിൽ പുരോഗമിക്കുകയാണ്. ശ്രീലങ്ക 11ൻ്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 363. അവർ ഇന്നലെ തന്നെ 363 അടിച്ചിരുന്നു. ഇന്ന് അവർ ഓവർനൈറ്റ് സ്കോറിന് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത്. മറുപടിയായിട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യൻ ടീമിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. യശസ്വി ജയ്സ്വാൾ 2 ബോൾ നേരിട്ട് ഡെക്കായിട്ട് മടങ്ങി. അപ്പോൾ അതവിടെ പുരോഗമിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇന്ത്യൻ ടീമിലെ പ്രമുഖ താരങ്ങൾക്ക് പരിക്ക്. അതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ NCAയിൽ ഇഞ്ചുറി വാർഡ് ഓപ്പൺ ആക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ജേർണലിസ്റ്റ് അഭിഷേക് ത്രിപാഠി പറയുന്നത്. അദ്ദേഹം ഒരല്പം അതിശയോക്തി കലർത്തി പറഞ്ഞതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം 13 താരങ്ങളോളം NCAയിൽ അവരുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ദേശീയ ടീമിലുള്ള താരങ്ങളുണ്ട്, ദേശീയ ടീമിൻ്റെ പൂളിലുള്ള മറ്റ് താരങ്ങളുണ്ട്. അറ്റ് പ്രസൻറ്റ് 13 പ്ലെയേഴ്സ്. അതിൽ ആരൊക്കെയുണ്ട്? ബൂംറയുണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്, സായ് സുദർശൻ ഉണ്ട്, ഹർഷിത് റാണയുണ്ട്. ഇങ്ങനെ ഒരു പറ്റം സുപ്രധാന താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലായൊരവസ്ഥ. വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ, അദ്ദേഹത്തിന് ഇടത് തുടയിലെ ക്വാഡ്രിസെപ്സിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ബാറ്റിങ്ങിലും ഫിറ്റ്നസ് പരിശീലനത്തിലുമൊക്കെ നല്ല രൂപത്തിൽ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് വർക്ക് ലോഡ് പതിയെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ജസ്പ്രീത് ബൂംറ, അദ്ദേഹത്തിന് വലത് കാൽമുട്ടിലാണ് പരിക്ക്. മുട്ടിലെ വീക്കത്തിനും അതുപോലെ ആ ഒരു ഡിസ്കംഫേർട്ടിനുമൊക്കെ ചികിത്സ നൽകിയിട്ടുണ്ട്. അദ്ദേഹം റൺ ചെയ്യുമ്പോൾ ചെറിയ പ്രയാസം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്. നിതീഷ് കുമാർ റെഡ്ഡി ഇടത് തുടയിൽ അദ്ദേഹത്തിന് ക്വാഡ്രിസെപ്സിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ബാറ്റിംഗ്, ബോളിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിയെ അദ്ദേഹം ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും റിക്കവറിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സായ് സുദർശൻ വലത് കാൽവിരലിലാണ് അദ്ദേഹത്തിന് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നത്. ബാറ്റിങ്ങും ഫീൽഡിങ്ങും ഒക്കെ അദ്ദേഹം തുടരുന്നുണ്ടെങ്കിലും കാൽവിരലിലെ വേദന മാറാൻ സമയം ആവശ്യമാണ്. MRI പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഹർഷിത് റാണ വലത് ഹാംസ്ട്രിങ്ങിനാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ തൻ്റെ പേസും അതുപോലെ തന്നെ ഫിറ്റ്നസ്സും വർദ്ധിപ്പിക്കാനുള്ള സ്ട്രെങ്തൻ എക്സസൈസുകളാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷിങ്ടൺ സുന്ദർ ആദ്യ ടെസ്റ്റിൽ നിന്ന് റൂൾഡ് ഔട്ടാണ്, നമുക്കറിയാലോ. അദ്ദേഹവും ഈ പറയുന്ന രൂപത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. റണ്ണിങ്, സ്ട്രെങ്തനിങ് പരിശീലനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വരുന്നു. പിന്നെ ടെസ്റ്റ് ടീമിൽ ഇല്ലാത്ത ആളാണ്, എന്നാലും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്. വരുൺ ചക്രവർത്തി ഫിറ്റ്നസ് വീണ്ടെടുക്കാനായിട്ടുള്ള പരിശീലനങ്ങൾ അദ്ദേഹം തുടരുകയാണ്. ആകാശ് ദീപ് നട്ടലിൻ്റെ താഴ്ഭാഗത്ത് സ്ട്രെസ് ഫ്രാക്ചറാണ് അദ്ദേഹത്തിനുള്ളത്. ബോളിംഗ് അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ ഒരു കായികക്ഷമതയിലേക്ക് എത്താൻ ഇനിയും സമയം വേണ്ടി വരും. ഇത്രയും പ്രധാനപ്പെട്ട താരങ്ങൾക്ക് തന്നെ പരിക്ക് പറ്റി. കൂടാതെ ഹിമാൻഷു സിംഗ് ഇടത് മുട്ടിൽ പരിക്കുണ്ട്. അശോക് ശർമ്മ സ്ട്രെസ് ഫ്രാക്ചറാണ്. സുയാഷ് ശർമ്മ മുട്ടിൽ അസ്വസ്ഥത, ഡിസ്കംഫേർട്ട്, വേദനയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. യുദ്വീർ സിംഗ് വലത് തോളിൽ പരിക്കുണ്ട്. റിയാൻ പരാഗ് തോളിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷനുമായിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു പറ്റം താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് NCA ഒരു ഇഞ്ചുറി വാർഡ് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും ഈ സുപ്രധാന താരങ്ങൾ, പ്രത്യേകിച്ച് ബൂംറ, ഹർഷിത് റാണ, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, സായ് സുദർശൻ എന്നിവരൊക്കെ എത്രയും പെട്ടെന്ന് ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നുള്ളത് ഇന്ത്യൻ ടീമിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പരമപ്രധാനമാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.